എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇല്ലാത്ത വിഷമം സാറിന് നടന്നു വരും അല്ലേ? അല്ലെങ്കിൽ അടുത്ത് വേറെ എന്തെങ്കിലും ആയിരിക്കും പെരുമാറാം. ഞാൻ എന്തായാലും വണ്ടി വന്നു, പോലീസ് വന്നു, അവർ 5 പേരെ കൊണ്ടുപോയി. ആ കുട്ടിയോട് അവിടെ നിന്ന് പറഞ്ഞു വിട്ടു, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ കൊണ്ടുപോയിട്ടൊരു കേസ് എടുത്തിട്ട് അവരെ ജാമ്യത്തിൽ വിടുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ നിയമവും അതാണ്. അപ്പോൾ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ കുട്ടികളിൽ നമ്മളിപ്പോൾ ഡ്രഗ്സിലേക്ക് മാറ്റം വന്നു കഴിഞ്ഞു. ശ്രദ്ധിക്കുക, പണ്ടത്തെ ഡ്രഗ്സ് ഒന്നല്ല ഇപ്പോൾ അത് ഒന്ന് നാച്ചുറലായിട്ടും ഒന്ന് ആർട്ടിഫിഷ്യലായിട്ടും. നാച്ചുറലായിട്ട് നമുക്കറിയാം എന്താണ് നാച്ചുറലായിട്ടുള്ള കുറേ ഡ്രഗ്സുകളുണ്ട്. കഞ്ചാവ് ചെടി കൃഷി ചെയ്താൽ നമുക്ക് അറിയുന്നത് കഞ്ചാവ് ഉണ്ടാക്കാം. കറുപ്പ് എന്ന് പറഞ്ഞാൽ ഒപ്പിയം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നത് ഡ്രഗ്സ് ഉണ്ടാക്കാം അല്ലേ? അതെന്ത് ചെയ്യാം. എന്നാൽ സിന്തറ്റിക് ഡ്രഗ്സ് കടന്നു വന്നതോടുകൂടിയാണ് ആളുകളിലെ ലഹരി, യുവാക്കളിലെ ലഹരി അടിമപ്പെട്ട് പല രീതിയിലേക്കുള്ള അക്രമ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്താണ് അക്രമ പ്രവർത്തനം? ഞാൻ ദീർഘമായിട്ട് ക്ലാസ് എടുക്കുന്നില്ല, കാരണം ഒരുപാട് അധികം പേര് ഇതില്ലാത്ത കാരണം ക്ലാസ് എടുക്കുന്നില്ല. ഞാനൊരു ചെറിയ സംഭവം കൂടി ഞാൻ പറയാം. നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ഒരു സംഭവം. ഒരു പ്രാവശ്യം എന്നോടൊന്നും ചാവക്കാട് അടുത്തൊരു വീട്ടിലൊരു ഇരട്ടക്കൊലപാതകം നടന്നിട്ടുണ്ടോ, അപ്പോൾ അവിടേക്ക് ഒന്ന് പോകണമെന്ന് പറഞ്ഞു. ചാവക്കാടിൻ്റെ അടുത്ത് വടക്കേക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലം, കുറച്ച് പേര് കേട്ടോ. അവിടേക്ക് പോയപ്പോൾ ഒരു വീട്ടിൽ കൊലപാതകം നടന്നിട്ടുണ്ട്. അവിടുത്തെ ദമ്പതികളെയാണ് വധിച്ചത്. ചിലപ്പോൾ പ്രായമുള്ള ആളുകളാണ്, ഒരു മുസ്ലിം ഫാമിലിയാണ്. അവിടെ ചെന്നപ്പോൾ ഒരാളുടെ ബോഡി മുകളിൽ കെടുക്കണം. ആളുടെ കഴുത്ത് അറുത്തിട്ടാണ് ആളെ കൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീയെ അവിടെ നോക്കിയപ്പോൾ ആ സ്ത്രീയുടെ ബോഡി അവിടെ ഉണ്ട്, എന്താ സ്ത്രീയുടെ ആ ബോഡിയിൽ തലയില്ല. അപ്പൊ ഞങ്ങൾ ഒരു തല കോണിപ്പടിയിൽ അടിയിൽ കൊണ്ടുവച്ചത്. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ നമ്മൾ കണ്ടെത്തിയ കാരണം എന്താണെന്നുണ്ടെങ്കിൽ അവർക്ക് 5 മക്കളാണ്. 2 ആൺമക്കൾ വിദേശത്താണ്, 2 പെൺമക്കളുടെ വിവാഹം കഴിച്ചയച്ചു. ഒരു താഴെയുള്ളൊരു മകനാണ് ഇവരുടെ കൂടെ ഈ ബാപ്പയോടും ഉമ്മയോടും ജീവിക്കുന്നത്. ഈ മകൻ ലഹരിക്ക് അടിമപ്പെട്ടിരിക്കും. സ്ഥിരമായിട്ട് വീട്ടിൽ ബഹളമുണ്ടാക്കും, പണം ചോദിക്കും, അവരെ തല്ലും, എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്. ഇവൻ തോന്നിയ സമയത്ത് വീട്ടിൽ നിന്ന് പോകും, തോന്നിയ സമയത്ത് വീട്ടിലേക്ക് കയറി പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൻ വീട്ടിൽ അവൻ്റെ ഇക്കമാരെ വിളിച്ചു പറഞ്ഞു, അവന് ഒരു കാരണവശാലും അവന് പണം കൊടുക്കരുത്. അവൻ ലഹരിക്കടിമയാണെന്ന് ഒരുപാട് പേര് എന്നോട് വിളിച്ചു പറഞ്ഞു. ഒരു കാരണവശാലും കൊടുക്കരുത്. അവന് വേണ്ടി ഭക്ഷണം കൊടുത്തു, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പണം കൊടുക്കരുത്. ഇവൻ ചെന്ന് വീട്ടിൽ വെള്ളമുണ്ടാക്കി ഉമ്മയോടൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞു പണം തരാൻ പറ്റില്ല. ഇവൻ ആ ദേഷ്യത്തിന് ചെയ്തതാണ്. വലിയ ഒരു വാണെടുത്ത് കൊണ്ടുവന്ന് സ്വന്തം ബാപ്പയെ കഴുത്തിന് വെട്ടിക്കൊന്നു, ഉമ്മയെ കഴുത്ത് അറുത്ത് തല അവിടെ കൊണ്ട് വെച്ചു. എന്നിട്ട് അവൻ പോയി. പിന്നീട് അവനെ കൊണ്ടുവന്ന് പോലീസ്. അത്ര നിഷ്ഠൂരമായ കൊലപാതകമാണെന്ന്. പക്ഷെ നമ്മുടെ മനസ്സിനെ കണ്ണിൽ വെള്ളം വിടാവുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അതല്ല. അവിടെ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഒരു പ്രാവശ്യം ഡ്യൂട്ടിക്കുള്ളതാണ്. അവിടെ ഡ്യൂട്ടിക്ക് വന്ന് അവിടെ കിടക്കുമ്പോൾ അവിടെ ഒരു CD വാർഡുണ്ട്. അതായത് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് മെൻ്റലായി ഈ മെൻ്റൽ പേഷ്യൻറ്റിലേക്ക് വന്ന ഒരുപാട് ആളുകളെ താമസിപ്പിക്കുന്ന ഒരു സ്ഥലത്ത്. ഈ താമസിപ്പിക്കുന്ന സ്ഥലത്ത് അവർ പല കുറ്റകൃത്യങ്ങൾ ചെയ്താണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് മാനസികമായ പ്രശ്നമുണ്ടെന്ന് ജയിലധികൃതർ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അവരെ ഈ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഈ വാർഡിലേക്ക് മാറ്റാൻ കോടതി നിർദ്ദേശം കൊടുക്കും. അങ്ങനെ കോടതി നിർദ്ദേശപ്രകാരം അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ നമ്മൾ ഓരോരുത്തരെ നമ്മൾ നോക്കി. പല കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പലർക്കും മാനസിക പ്രശ്നമുണ്ട്, ചിലവർ മെൻ്റലായിട്ടുള്ള കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സത്യത്തിൽ ഒരു ചെറുപ്പക്കാരൻ അവനെ ഒറ്റയ്ക്ക് റൂമിലിട്ടിരിക്കുക. അവനിടയ്ക്ക് അവനിട്ടിരിക്കുന്ന ചെറിയൊരു വസ്ത്രം മാത്രമേ കൊടുത്തുള്ളൂ. അവന് മറ്റു വസ്ത്രങ്ങളൊന്നും അവന് കൊടുത്തില്ല. അവന് മുണ്ടോ ഒന്നുമില്ല, ചെറിയൊരു അടിവസ്ത്രം മാത്രമേ കൊടുത്തിരിക്കും. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അവൻ ചിലപ്പോൾ എപ്പോഴെങ്കിലും സൂയിസൈഡ് അറ്റംപ്റ്റിലാണോ ചെയ്യാം. പിന്നെ നമ്മൾ ചെന്ന് വളരെ കൂളായിട്ട് അവനോട് സംസാരിച്ചു. എന്താ അതിൻ്റെ പ്രശ്നം, എന്തൊക്കെയാണ് കുഴപ്പം എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ ഈ ജില്ലക്കാരനാണ്. എന്താണ് പ്രശ്നം അവനോട് ചോദിച്ചപ്പോഴാണ് അവൻ വളരെ പൊട്ടിക്കറിയാണ്, കുറയ്ക്കാൻ നിലവിളി. എന്താ പറയുക ചോദിച്ചപ്പോൾ അവൻ SLC 10ാം ക്ലാസ്സിലും +2 നന്നായിട്ട് മാർക്ക് മേടിച്ചിരുന്ന, നല്ല ഫുൾ A+ മേടിച്ചിരുന്ന ഒരു പയ്യനാണ്. കോളേജ് പഠനകാലത്തേക്ക് പോയി. അവിടെ ചെന്ന് എങ്ങനെയോ ചില കൂട്ടുകെട്ടിൽ പെട്ട് ലഹരിക്ക് അടിമപ്പെട്ടു. ഈ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് അവൻ വഴിതെറ്റിപ്പോയി. ഈ സമയത്ത് അവൻ
അവന് അച്ഛനമ്മയുടെയും ഏക മകനാണ്. അതിൻ്റെ ആലോചന ഒറ്റ മകനാണ്. എങ്ങനെയോ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് അവൻ പോയതിന് ശേഷം അവനെ പിന്നെ കിട്ടാത്ത ഒരു സാഹചര്യം വന്നു. ഇവൻ വീട്ടിലെന്നും ബഹളുണ്ടാക്കും, പണം ചോദിക്കും, പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഒരു ദിവസം വീട്ടുകാരായിട്ട് വഴക്കായി, വീട്ടിലാകെ സമാധാന അന്തരീക്ഷം തകർന്നു. അവൻ അമ്മയോട് ചെന്ന് പണം ചോദിക്കും. എല്ലാവർക്കും ഒരു പ്രത്യേകതയുണ്ട്, ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ മുഴുവൻ അക്രമങ്ങൾ ചെയ്യുന്ന സ്വന്തം അമ്മയുടെ അടുത്താണ്. ഭൂരിഭാഗം നോക്കിക്കോ, ഈ ഡ്രഗ്സിന് അടിമപ്പെട്ട ആളുകൾ വീടുകളിൽ അവർ ഒരു മക്കൾക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് അമ്മയോടാണ്, അച്ഛനേക്കാളാണ്. അവർ ഏറ്റവും കൂടുതൽ ഈ അക്രമം ചെയ്യാൻ പോകുന്നത് അമ്മയുടെ അടുത്താണ്. ഇവൻ അടുക്കളയിൽ വെച്ചാൽ അമ്മയുടെ അടുത്ത് പണം ചോദിച്ചു, തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അവൻ ബലം പ്രയോഗിക്കാൻ നോക്കി, അങ്ങനെ അമ്മ ചീത്ത പറഞ്ഞു. അവൻ ചെയ്തത് അവിടെ വെച്ചിരുന്ന ചിലവ് മുട്ടിയെടുത്ത് അമ്മയുടെ തലക്കടിച്ചു. അമ്മ മരണപ്പെട്ടു. എന്നിട്ടാണ് അവൻ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ മെന്റൽ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്കൊരു വാർഡിൽ ഒരു റൂമിൽ അവൻ വസ്ത്രമൊന്നും ചെറിയൊരു അടിവസ്ത്രം മാത്രം നമുക്ക് അവനവിടെ കിടക്കുന്നത്, പൊട്ടിക്കരയുന്നത്. കാരണം അന്ന് അവൻ ലഹരിയിലായിരുന്നു, അവനറിയില്ല. അവൻ ലഹരിക്ക് അടിമപ്പെട്ട് എടുക്കണം, അവന് ബോധമില്ല അച്ഛനാണോ അമ്മയാണോ എന്നറിയില്ല. സ്വന്തം മാതാ ജന്മം കൊടുത്ത സ്വന്തം അമ്മയെ അവനോട് വെച്ച് കൊലപ്പെടുത്തി. പിന്നീട് വിളിച്ചിട്ട് നല്ല കാര്യമില്ല. ഇല്ല, ഞാൻ അവിടെ തന്നെ ഒരു വേറൊരാളെ കൂടി ഞാൻ കണ്ടു, ഇതേപോലെ തന്നെ സംഭവിക്കും. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ കാണുന്നത് ആള് ചെയ്തത് ഒരു മഹാക്രൂരകൃത്യം. ഇതേപോലെ സ്ഥിരമായി മദ്യപിക്കുന്ന ആളാണ്. മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം കിട്ടാത്ത ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് വന്നു. ശരീരമൊക്കെ പറയുകയില്ല, നിൽക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, ജോലിക്ക് തന്നെ പോകാൻ പറ്റാണ്ടായി. പക്ഷെ മദ്യമില്ലാതിരിക്കാൻ പറ്റില്ല. അയാളുടെ ഭാര്യയാണ് ജോലിക്ക് പോകുന്നത്. ഭാര്യ ഏതോ വീട്ടുപണിക്ക് പോകുന്നു. ആ പൈസ അടക്കം തട്ടിപ്പറിച്ചിട്ട് കൊണ്ടുപോയി മദ്യശാല കൊണ്ട് മദ്യം പോകും. ഭാര്യയെ വളർത്തിട്ട് ഭാര്യ കൊടുത്തില്ല. പണം എത്ര ചോദിച്ചിട്ട് കിട്ടില്ല, മദ്യപിക്കാൻ പൈസ ഇല്ല. സാധനം രാത്രി ആൾ എല്ലാവരും ഉറങ്ങിക്കെടുക്കുമ്പോൾ ചെയ്തൊരു ക്രൂരകൃത്യം. സ്വന്തം മകളുടെ കാതിലെ കമ്മല്, ചെറിയൊരു സംഖ്യൻ്റെ, അത് ചെറിയൊരു പൊടി സ്വർണ്ണമുള്ളൂ, അത് ഊരിയെടുക്കാൻ നോക്കി. കുട്ടി നിലവിളിച്ചപ്പോൾ അതങ്ങോട്ട് വലിച്ചു പൊട്ടിച്ചു. ചെവിടിൻ്റെ കാതുകളുടെ പൊട്ടി. എന്നിട്ട് അവർ പിന്നെ ഹോസ്പിറ്റലിൽ വന്നിട്ട് എന്താ സംഭവം ചോദിച്ചു. അങ്ങനെ പോലീസ് അറിയിച്ചു, പോലീസ് പിടിച്ചു. പിന്നെ അയാളെ പിടിച്ചു കൊണ്ടുവന്നപ്പോഴാണ് മനസ്സിലായത് പോലീസ് തന്നെ അയാളെ കേസ് വേണമെന്ന് വെച്ച് കേസ് എടുക്കണമെന്ന്. പക്ഷേ ഡ്രഗ് അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി. പിന്നീട് ആളുകളെ ഇടപെട്ടത് കേസ്. അപ്പോൾ എന്ത് ക്രൂരകൃത്യവും ചെയ്യാൻ മടിയും. നിങ്ങളിപ്പോൾ അടുത്തുണ്ടായ സംഭവങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് വായിച്ചു നമ്മൾ. ഈ ലഹരിക്ക് അടിമപ്പെട്ട് കുറ്റകൃത്യം ചെയ്യുന്നവർ ഭൂരിഭാഗവും ചെയ്യുന്നത് എവിടെയാണെന്നറിയുമോ? സ്വന്തം വീടുകളിലാണ്, സ്വന്തം മാതാപിതാക്കളുടെ അടുത്താണ് ഇവർ ഈ ദേഷ്യം മുഴുവൻ കിട്ടുന്നത്. ഈ ആന മതം പൊട്ടിയാൽ ആദ്യം ദേഷ്യം നോക്കാൻ ആദ്യം കിട്ടാൻ പാപ്പാനെയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് സ്വന്തം മാതാപിതാക്കളെ എങ്ങനെ ഉപദ്രവിക്കാമെന്നുള്ളത്. ഞാൻ വേറെ ഒരു ചെറിയ ഉദാഹരണം പറയണം. നമ്മുടെ ജില്ലയിലെ തൊട്ടപ്പുറത്തെ ജില്ലയിലാണ് ഒരു മകൻ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. എന്താ പറ്റിയെന്ന് വെച്ചപ്പോൾ അച്ഛൻ മദ്യപിക്കുന്ന ആളാണ്. ആള് തലയിടിച്ച് വഴുതി വീടിൻ്റെ തിണ്ണയിൽ വീണു. അങ്ങനെ തല പൊട്ടിയപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് ഡോക്ടർക്ക് ഒരു സംശയം. ഡോക്ടറോട് ഒരാൾ വീഴുമ്പോഴും അവരുടെ തലയ്ക്ക് എന്തെങ്കിലും പരിക്കേൽപ്പിക്കുമ്പോഴും ആഘാതമേൽപ്പിക്കുമ്പോഴും പറ്റുന്ന മുറിവുകളിൽ വ്യത്യാസം കാണും. ഉടനെ ആളുകൾ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്ന് മോനെ ചോദ്യം ചെയ്തു. എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പറയാം. കുറേ ചോദ്യം ചെയ്തപ്പോഴാണ് മകൻ സത്യം പറയുന്നത്. രണ്ടുപേരും ഒരു സാധാരണ ഒരു ഫാമിലി ദിവസേന കൂലിപ്പണിക്ക് പോകുന്നത്. കൂലിപ്പണി കഴിഞ്ഞ് വന്നാൽ വൈകിട്ടുണ്ട് അച്ഛനും മകനും കൂടി ഒരുമിച്ചിരുന്നാണ് മദ്യപാനം. ഒരു ദിവസം അച്ഛൻ മകൻ ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു ദിവസം മകൻ മദ്യം കൊണ്ടുവന്നു. ഭൂരിഭാഗം ദിവസങ്ങളിലും മകനാണ് കൊണ്ടുവരുന്നത്. മകൻ മദ്യം കൊണ്ടുപോകും. മദ്യം കൊണ്ടുവന്നിട്ട് അവർ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മകനെന്തോ ഫോൺ വന്നു. മകനൊന്ന് അവിടെ ഒന്നും മാറിയ നേരത്ത് ബാക്കിയുള്ളത് മുഴുവൻ അച്ഛനടുത്ത് കഴിച്ചു. ആ ദേഷ്യത്തിന് എന്താ ചെയ്തതെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇരുമ്പ് മണി എടുത്തിട്ട് അച്ഛൻ്റെ തലയ്ക്ക് ഒന്നാണ് അച്ഛനെ മണി കഴിഞ്ഞു. ഇതാണ് അവിടെ സംഭവിച്ച ഒരു കൃത്യമാണ്. അപ്പോൾ ഇതേപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അവയിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ കുറച്ച് ഒരാഴ്ച മുമ്പ് നമ്മുടെ ഈ പെരിഞ്ഞന പടിഞ്ഞാറ് ഭാഗത്തുണ്ടായ ഒരു സംഭവം. രാത്രി ഒരു സ്ഥലത്ത് അടിയണമെന്ന് പറഞ്ഞിട്ട് അവർ ചെന്നു. അങ്ങോട്ട് ചെന്നപ്പോൾ രണ്ടുപേരെ ആംബുലൻസ് വന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഒരാളെ ചെറുത് അവിടെ ചോര വരുന്ന, ഒരാളുടെ തലയ്ക്ക് പരിക്കുന്നു. അപ്പോൾ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ വണ്ടിയിൽ വന്ന് വീട് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞു.
വണ്ടിയിൽ വീണ് എൻ്റെ പാടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നീട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൂട്ടുകാരാണ്, പഴയ സുഹൃത്തുക്കളാണ്, ഒരുമിച്ച് വെൽഡിംഗ് പണിക്കായിരുന്നു. വെൽഡിംഗ് പണി ഇല്ലാത്ത സമയത്ത് ഇവർ മത്സ്യബന്ധനത്തിനായി കടലിൽ ഇങ്ങനെ പോയ സമയത്ത് ഇവർ പോയി വന്നു, അവിടെ ചെന്ന് മദ്യപിച്ചു. അപ്പോൾ അവിടെ വീടിൻ്റെ പാല് കാച്ചൽ സംഭവം നടക്കുന്നു. അപ്പോൾ അവിടെ ചെന്നു, അവിടെയും മദ്യം ഉണ്ടായിരുന്നു. മദ്യമില്ലാതെ പറ്റില്ല, ഒരു ഫംഗ്ഷൻ നടക്കില്ല എന്നുള്ള അവസ്ഥയാണ് നമ്മുടെ സംഭവത്തിൽ. ഒരു കല്യാണം, ഹൗസ് വാമിങ്, പേരിടൽ, എന്ത് ചടങ്ങ് വേണമെങ്കിലും ആയിക്കോട്ടെ, കുട്ടിയുടെ 28, അതുപോലെ മരണം നടന്ന വീടുകളിലായാൽ പോലും മദ്യം ഇല്ലാതെ കഴിഞ്ഞു പോയില്ല എന്നുള്ളൊരു അവസ്ഥയാണ് നമ്മുടെ പല ഫാമിലികളും. അത് ഏത് ഫാമിലി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡിലേക്കാണ് മാറിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ പോയിട്ട് മദ്യപിച്ചു. സംസാരിച്ചുകൊണ്ടിരിക്കലെ ഒരുത്ത കല്യാണം കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യയെ കുറിച്ച് അവൻ മോശമായിട്ട് സംസാരിച്ചു. മദ്യലഹരിയിൽ അവൻ ദേഷ്യം വന്നു, അവൻ ചെകിട്ട അടിച്ചു പൊട്ടിച്ചു. അവൻ കയ്യിൽ ഇരുമ്പൊടി കൊണ്ട് ഇവരെ തലക്കടിച്ചു. രണ്ടുപേരും ഗുരുതരമായി പരിക്ക് പറ്റി മെഡിക്കൽ കോളേജിൽ പോയി. രണ്ടുപേർക്കും പരാതിയില്ല, കേസെടുക്കാനായിട്ട് പരാതിയില്ലാത്ത കാരണം കേസൊന്നും എടുക്കില്ല. പക്ഷെ എപ്പോഴാണെങ്കിൽ ചിലപ്പോൾ ആ അടിയൊന്നും ആഴത്തിലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ വെച്ചിട്ട് മരിച്ചു. ഇത് ചില ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണലും പഴയതിലെ കാര്യങ്ങളും എന്ന് പറയുമ്പോൾ കുറെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ കുട്ടികളിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രകടമായ മാറ്റങ്ങൾ നമ്മളൊന്ന് അറിയിക്കും. നമ്മുടെ മക്കളിലായാലും ബന്ധുക്കളിലായാലും അവരുടെ പ്രവൃത്തികൾ സമയത്തിന് ഏതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സമയത്തിന് രാത്രി 1 മണി 2 മണിക്കൊക്കെ 3 മണിക്കൊക്കെ നമുക്കിപ്പോൾ പെരിഞ്ഞത്തി കൂടെ മതിലേ പോയി കഴിഞ്ഞാൽ പല ചെറുപ്പക്കാരെയും പല സ്ഥലത്തും പല ദിക്കിലും വെച്ച് കാണാം. അപ്പം പല ആളുകൾക്കും മക്കളിൽ നിയന്ത്രണം പാരൻസിന് ഇല്ലാത്തൊരവസ്ഥ. ഈ അവസ്ഥ വരുമ്പോൾ ഒന്ന് ആലോചിക്കണം. ഞാൻ ഉദാഹരണം പറയുമ്പോൾ വിഷുവിന് ഇപ്പോൾ 2 ദിവസം കൂടി വിഷുവിനുണ്ട്. ഇന്നിപ്പോൾ 12-ാം തീയതി അല്ലേ. കഴിഞ്ഞ വിഷുവിന് ഒരു സ്ത്രീയെ വിളിച്ച, സ്ത്രീ എന്ന് പറഞ്ഞാൽ എനിക്ക് പരിചയം, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ജൂനിയറായിരുന്നു, അവിടെ പഠിച്ചിരുന്നതാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകൻ വിഷുവിൻ്റെ അന്നാണ് വിളിക്കുന്നത് കേട്ടോ വൈകിട്ട്. എൻ്റെ മകൻ ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് പോയതാണ്, ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നലെ എപ്പോഴും പോയത്, ഇന്നലെ രാവിലെ പോയി. അപ്പോൾ വിഷു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ വിഷു ആഘോഷിക്കട്ടെ, നിങ്ങൾ വിഷു ആഘോഷിച്ചോ, വിഷു സദ്യ കാണാൻ, വിഷുക്കടി കാണാമെന്ന് ചെയ്തില്ല. ഇല്ല, അവർ ഇന്നലെ പോയതാണ്. ഞാൻ പറഞ്ഞു, അവനെ മൊബൈലിൽ വിളിച്ചോ. അവരിപ്പോൾ എന്ത് ചെയ്യുന്നു, +2 പഠിക്കണം, മൊബൈലിൽ വിളിച്ചു. അപ്പോൾ എന്താ കിട്ടുന്നില്ല. അപ്പോൾ അവൻ്റെ മൊബൈൽ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. എന്താണ് സാർ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ നോക്കാൻ പറഞ്ഞു. വളരെ വിഷമിച്ചെന്ന് വിളിക്കുന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ അച്ഛനെവിടെ? അച്ഛനെവിടെയെന്ന് ചോദിച്ചപ്പോഴാണ് അവർ ലാസ്റ്റ് പറയുന്നത്, ആളിവിടെ മദ്യപിച്ച് പോകുന്നില്ലാണ് അവിടെ കിടക്കുന്നത്. ആൾ ഇന്നലെ രാവിലെ തുടങ്ങിയ മദ്യപാനാണ്. ഞാനപ്പോൾ ആൾ വിദേശത്തായിരുന്നു, ഇവിടെ നാട്ടിലുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പഠിക്കുന്നു പോകുന്ന അതിൻ്റെ അറിവില്ല. ആൾ ഇന്നലെ രാവിലെ തൊട്ട് മദ്യപിച്ച് അവിടെ കിടക്കുന്നുണ്ട്, രാവിലെ മദ്യപിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ആളോട് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ ഈ കിടക്കുന്ന ആളോട് ഞാൻ മോനെ കുറിച്ച് അന്വേഷിക്കാൻ എവിടെ പോയി പറയാൻ? എങ്ങനെ പറയുമ്പോൾ ശരി, ഞാൻ പറഞ്ഞു, ആ കാര്യം ചെയ്യും, മോൻ്റെ നമ്പർ തരാൻ പറഞ്ഞു. ആ നമ്പർ സൈബർ സെല്ലിൽ അവർക്ക് പരിശോധന കൊടുത്തപ്പോഴാണ് ലാസ്റ്റ് ലൊക്കേഷൻ ചേർപ്പ് ഏരിയയിൽ അവർ മേടിച്ചു. അവരെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ അന്വേഷണത്തിൽ അമ്മാടം ഭാഗത്തുനിന്ന് ഒരു 3-4 കൂട്ടുകാരോട് കൂടി ആളെ കിട്ടി. അവരവിടെ പിടിച്ചുകൊണ്ട് വന്നു. ഇന്നലെ അവർ കൂട്ടുകാരോടെ കുഴപ്പമില്ല, ഇവിടെയുള്ള കൂട്ടുകാരല്ല, വേറെ ഏതോ കൂട്ടുകാർ, ഇവിടെ കൂട്ടുകാർക്ക് ആർക്കറിയില്ല. അവരുടെ രാവിലെ തുടങ്ങിയ മദ്യപാനം ഇന്നലെ തുടങ്ങി അവിടെ പോകുന്നില്ലാണ്ട് അവിടെ കിടക്കരുത്. ഇവിടെ കൊണ്ടുവന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കി. ഒരു വിഷുക്കടി കാണാനും വിഷു സദ്യ കാണാനും മകനെ കാത്തിരിക്കുന്ന ഒരു അമ്മ, മകന്റെ പൊടി പോലും അവിടെ ഇല്ല. എവിടെ പോയിരുന്നോ, എങ്ങോട്ട് പോയിരുന്നോ യാതൊരു പെടുത്തില്ല. ഇങ്ങനെ കണ്ടുപിടിച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥ പല വീടുകളിലും. അപ്പൊ നമ്മളെ ഒരു കാര്യം അവരോട് പറയുമ്പോൾ, കുട്ടികളോട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പലതും പറയുന്ന സമയത്ത് അത് പറയാനുള്ളൊരു അവകാശം നമ്മൾ പേരൻസിന് കൂടി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മളെ കണ്ടു പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പറയും കൂട്ടുകാരെ കൊണ്ടുപോയി പഠിച്ചിട്ട് അല്ലെങ്കിൽ കോളേജിൽ പോയി കൂട്ടുകെട്ടിൽ പെട്ടു, അതൊക്കെ ശരിയല്ലേ, അതൊക്കെ എന്താ സംഭവിക്കും. പക്ഷെ നമ്മളെ കണ്ടുപഠിക്കണം. അവരുടെ മുമ്പിൽ ഇരുന്നിട്ടുള്ള മദ്യപാനം, അവരുടെ മുമ്പിൽ നിന്ന് മയക്കുമരുന്ന്, അവരോടൊപ്പം ഇരുന്ന് കഴിക്കൽ, ഇതേ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ മകനും ആ അവസ്ഥയിലേക്ക് തന്നെയല്ലേ. പിന്നെ എന്ത് വോയിസ് ഉണ്ട് പഠിക്കാൻ? അവർ തിരിച്ചു ചോദിക്കില്ലേ, അച്ഛൻ ഏത് സമയം മദ്യപാനാണല്ലോ, അല്ലെങ്കിൽ അച്ഛൻ്റെ സ്വഭാവത്താണല്ലോ, അച്ഛൻ അങ്ങോട്ടാണല്ലോ പോണത് ഏത് നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ അമ്മയെക്കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളൊരു വോയിസ്
നമുക്ക് കുട്ടികളോടുണ്ടാകും. പക്ഷെ നമുക്ക് അതിനുള്ള വോയിസ് ഉണ്ടാണെങ്കിൽ നമ്മൾ ആ സ്ഥാനം വഹിക്കും. കാരണം എന്താ പറയുക, നമ്മളിപ്പോൾ ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ ജീവിച്ചു വളർന്നവരാണ്. പഴയ കാലഘട്ടങ്ങളിൽ ജീവിച്ചു വളർന്ന ആൾക്കാർ, അതിനേക്കാളും പ്രായമുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നവരിൽ കുറേ പേര്. അപ്പോൾ അന്നത്തെ പഠിച്ചിരുന്ന കാലഘട്ടം, കഷ്ടപ്പെട്ടിരുന്ന സ്കൂളിൽ പോയിരുന്നത്, അപ്പോൾ അന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ പോവാം. വളരെ കഷ്ടപ്പെട്ട് വരുന്ന ആ കാലഘട്ടത്തിൽ അതേപോലെ തന്നെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലെ കുട്ടികളും ജീവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കേസാണ്. നടക്കില്ല, ഒരിക്കലും നടക്കില്ല. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അതല്ല, വേറെയാണ്, വേറെ ഡിജിറ്റൽ വേൾഡാണ്. നമുക്ക് അതിലൂടെ ജീവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവിക്കും. അപ്പോൾ പക്ഷേ നമ്മളെ കുറേ കാര്യങ്ങൾ കണ്ട് അവർ മക്കൾ പഠിക്കുന്നു. അപ്പോൾ അവരിലുണ്ടാകുന്ന പ്രകടമായ മാറ്റങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. അതായത് കുട്ടികൾ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഡൗൺ ആവാം, നന്നായി സ്പോർട്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് ഡൗൺ ആവാം, പഠനത്തിൽ പുറകോട്ട് പോവാം, എന്തെങ്കിലും കാര്യത്തിൽ പുറകോട്ട് പോകാം, വീട്ടിലെപ്പോഴും പ്രശ്നം ഉണ്ടാക്കുക. നിങ്ങളിതെപ്പോഴും പലപ്പോഴും കേൾക്കുന്നതാണ്, വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, പൈസ ചോദിക്കുക നേരം, എപ്പോഴും വീട്ടിലിരിക്കാതിരിക്കുക, അല്ലെങ്കിൽ രാത്രി ഒരുപാട് സമയം മൊബൈൽ ഫോണിൽ രാത്രി 1 മണി 2 മണി 3 മണി പലരും നമ്മൾ ഓൺലൈനിൽ കാണാറുണ്ടല്ലേ. 3 മണി, ചിലർ ഉറക്കം തന്നെ ഇല്ല, ഏത് നേരവും ഫോണിൽ 3 മണി 4 മണി വരെ ഇരുന്നിട്ട് ഫോണിൽ ഏത് സമയം ഇങ്ങനെ ഇരിക്കുക. അവരുടെ ജീവിതത്തിൻ്റെ ഒരുപാട് സമയം ഇങ്ങനെ പാഴാക്കി കളയുക. ഞാൻ ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ പറഞ്ഞ ഫോണിൻ്റെ കാര്യം, നമുക്ക് ആകെ കിട്ടുന്നത് കുറച്ച് സമയമാണ്. 8 മണിക്കൂർ ഉറക്കം കഴിഞ്ഞാൽ 16 മണിക്കൂർ നമുക്ക് കിട്ടുന്നുണ്ടോ? 16 മണിക്കൂറിൽ തന്നെ വളരെ കുറച്ച് സമയം കിട്ടുന്നുള്ളൂ. നമുക്ക് നമ്മുടെ കാര്യങ്ങളും മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്ത് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് സമയങ്ങളെ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് തന്നെ ഭൂരിഭാഗവും രാത്രി എല്ലാ സമയവും പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് പലവിധ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളും പലതുണ്ടാകും. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്താം. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയിൽ പ്രകടമായ മാറ്റം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആ കുട്ടി ഏതോ ഒരു ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം. അതെന്ത് ലഹരിയാണെന്ന് കണ്ടെത്തണം. അത് മദ്യമാകാം, മയക്കുമരുന്നാകാം, ഈ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണാകാം, ഈ ഫോണിലെ ആപ്ലിക്കേഷൻസ് ആവാം, ഈ ഫോണിലെ ഗെയിം ആകാം, അല്ലെങ്കിൽ അതേപോലെയുള്ള വല്ല ചാറ്റിംഗ് ആവാം, അല്ലെങ്കിൽ വല്ല പ്രണയവുമാകാം. അതിനും അടിമപ്പെടാം. അതും ചിലപ്പോൾ കൂടിക്കഴിഞ്ഞാൽ ലഹരിയാണ് ഇല്ലേ. പ്രേമിച്ചു വാഗ്ദാനം ചെയ്ത് പെണ്ണ് പിന്മാറി ആളെ പോയി കുത്തിക്കൊല്ലുക, അവിടെ പെട്രോൾ ഒഴിച്ച് കൊല്ലുക, ഇത് നമ്മൾ കാണുന്നുണ്ടല്ലേ അല്ലേ. പ്രണയാഭ്യർത്ഥന നിരസിച്ചു, അല്ലെങ്കിൽ പ്രണയത്തിൽ നിന്ന് പിന്മാറി ആ പെണ്ണിനെ പോയിട്ട് കൊലപ്പെടുത്തുക, വീട്ടിൽ കയറി കൊല്ല, വെട്ടിക്കൊല്ല, അങ്ങനെ പലതും നമ്മൾ ദിവസേന കാണുന്ന കാഴ്ചകളാണ്. അപ്പോൾ അതും ഒരു ലഹരിയാണ്. വല്ലാത്ത ലഹരിക്ക് പോയി കഴിഞ്ഞാൽ അതും വലിയ ലഹരി. അപ്പം ഇങ്ങനെ പല ലഹരികളുണ്ട്. ഈ ലഹരിയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞു, മനസ്സിനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തോന്നിക്കുന്നതാണ്. ഏത് നേരവും തലച്ചോറിൽ ഈ കാര്യം തന്നെ. നമുക്കിപ്പോൾ നമ്മളെ സംബന്ധിച്ച് പല ജോലികളും ചെയ്യുന്നവർക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തെല്ലാം പ്രവൃത്തികൾ, എവിടെയൊക്കെ പോകണമെന്നതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ചിലവർക്ക് ഒരു കാര്യം തന്നെ മാത്രം ചിന്തിച്ച് ഭ്രാന്തായി പോകും, വേറെ ഒന്നുമില്ല പണി, ഇത് മാത്രം ചിന്തിച്ചിട്ട് നമ്മൾ വെറുതെ ഇട്ട കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ചിന്തിച്ച് ഭ്രാന്തായി പോകുന്ന ചില ആളുകൾ. അങ്ങനെ പോയി കഴിയുമ്പോഴും അത് വളരെ ഡേഞ്ചറാണ്. അപ്പോൾ പല അസുഖങ്ങളും പലത് കാര്യം. പക്ഷേ ചില കുട്ടികൾക്ക് ഒരു കുഴപ്പമുണ്ട്, ചിലർ വീടിന് പുറത്തേക്ക് ഇറങ്ങില്ല, ഏത് നേരവും റൂമിനുള്ളിൽ ഇങ്ങനെ കിട്ടും, എന്ത് വന്നാലും പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ വരുന്ന അപകടമാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഓട്ടിസം പോലത്തെ അസുഖങ്ങൾ ഓട്ടിസം കുട്ടികളിൽ മാത്രം, നമ്മൾ ചിലരിക്കും കുട്ടികളിൽ മാത്രമാണ് ഈ ഓട്ടിസം വരുന്നത്. ഓട്ടിസം കുട്ടികളിൽ മാത്രമല്ല, വരുമ്പോൾ മുതിർന്നവരിലും വരാം. നമുക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ പേടി, പുറത്തേക്ക് ഇറങ്ങാൻ പേടി, ആളുകളോട് മറുപടി പറയാൻ പേടി, ഏത് നേരവും വീടിൻ്റെ ഉള്ളിൽ നമുക്ക് മുറിക്കുള്ളിൽ കിടക്കണം, പുറത്തേക്ക് ഇറങ്ങാനും പേടി. വീട്ടിൽ ഭക്ഷണം കഴിച്ചാൽ വിളിച്ചാൽ പോലും വരില്ല ചില കുട്ടികൾ. എന്തെങ്കിലും പണി ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യില്ല. ഒന്ന് അടുക്കളയിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞാൽ വിളിക്കില്ല. ഒരു കാര്യത്തിലും പെട്ടെന്ന് വിളിച്ചെന്നില്ല, വളരെ ദേഷ്യപ്പെടും. കാരണം ചിലപ്പോൾ വിളിച്ചാൽ വിളി കേൾക്കില്ല, അവരുടെ ചെവിട്ടിൽ ഇയർഫോണായിരിക്കും. അപ്പോൾ അതും പാട്ട് എന്താണ് കേട്ടേയിരിക്കും. പിന്നെ അവസാനം വീട്ടിൽ നിന്ന് ഫോണൊക്കെ എടുത്തിട്ട് വലിച്ചെറിയാൻ പോണ നേരത്താണ് ഓടി വരുന്നത് അല്ലേ. പല വീടുകളിലും സംഭവിക്കുന്നില്ലേ ഈ പറഞ്ഞ കാര്യങ്ങൾ, പല കുടുംബങ്ങളിലും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പല ഫാമിലികൾ തമ്മിലുള്ള, വീടുകളിലെ ആളുകൾ തമ്മിലുള്ള കോണ്ടാക്ട്, പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാവും. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ഒരുപാട് കിലോമീറ്ററുകൾക്ക് അകലെയുള്ള ഒരാളുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അവനായിട്ട് സംസാരിക്കുന്ന, അവനോടെല്ലാം ഷെയർ ചെയ്യണം. വീട്ടിലുള്ള ആളുകളായിട്ട് യാതൊരു കോണ്ടാക്റ്റില്ല. എന്താ കാര്യം? അച്ഛനോടില്ല, അമ്മയോടില്ല, സഹോദരങ്ങളോടില്ല, അവരോട് സ്നേഹമില്ല. അവരോടില്ലാത്ത സ്നേഹം വേറെ വല്ല പുറത്തുള്ള ആളുകളോട് ആരാണെന്നറിയില്ല. അപ്പോൾ അത് വളരെ അപകടത്തിലേക്ക് കൊണ്ടുപോകും. ഞാൻ ഇതിനൊപ്പം പറഞ്ഞ ഒരു ലഹരി എന്ന് പറയുമ്പോൾ അതുകൂടി ഞാനൊന്ന് പറഞ്ഞു പോയതാണ്.
കുട്ടികളുണ്ടാകുന്ന പ്രകടമായ മാറ്റങ്ങൾ ഒന്നാമത്തെ സ്റ്റേജ് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റേജിൽ കുട്ടികൾ പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് പോകും. അതായത് മോഷണം. ആദ്യം വീടുകളിൽ നിന്ന് മോഷ്ടിക്കും. അച്ഛനമ്മയും അവിടെ വെച്ചിരിക്കുന്ന അവരുടെ പേഴ്സുകളിൽ നിന്ന്, ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന്, പേഴ്സിൽ നിന്നൊക്കെ പണം എടുത്തിട്ട് പോകും. ചോദിക്കാതെ പണം എടുത്തു. പിന്നെ അവർ പിടിക്കുമ്പോഴാണ്, അവിടെ നിന്ന് പണം പോരാതെ വരുമ്പോഴാണ് അടുത്ത മോഷണത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഒരുപാട് യുവാക്കൾ നമ്മളിപ്പോൾ നമ്മൾ കാണുന്നില്ലേ, മാല പൊട്ടിച്ചുകൊണ്ട് പോയി റോട്ടിൽ കൂടെ നടന്നതുകൊണ്ടോ, ബൈക്ക് മോഷണം, മാല പൊട്ടിച്ചുകൊണ്ട് ബൈക്ക് മോഷണം എന്നൊക്കെ പറഞ്ഞില്ല. ഞാനിത് പറയാൻ ഒരു എക്സാമ്പിളായിട്ട് പറയാം. കാരണം പ്രാവശ്യം ഞാൻ മുമ്പോട്ട് വളർപ്പിലൂടെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരാളൊരു പരാതിയായിട്ട് സ്റ്റേഷനിലേക്ക് പോകും. അയാൾ ബൈക്ക് വെച്ച് പോവുകയാണ്. ഒരു 10 മിനിറ്റ് ആൾ കയറിയാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ച് നമ്മളെ ബൈക്കാണ്. അവിടെ ഒന്നുകൂടി നോക്കാൻ പോയിട്ട് കിട്ടിയില്ല. എത്ര നോക്കിയിട്ടും കിട്ടിയില്ല. അവസാനം നമ്മൾ അതിന് വണ്ടി നമ്പർ ഏതാണെന്നൊക്കെ വെച്ചിട്ട് കുറേ മെസ്സേജൊക്കെ കൂടെ നോക്കി. പിന്നെ അത് അവസാനം കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ കേസെടുത്തിട്ട് CCTV ഒക്കെ പരിശോധിച്ചു. CCTV നോക്കിയപ്പോൾ ഒരാൾ ബൈക്ക് കൊണ്ടുവന്നു. ഈ ബൈക്കിൽ ആളെ കൊണ്ടുവച്ച് അയാൾ പോയതിന് ശേഷം ഒരു 3 ചെറുപ്പക്കാരെ അടയ്ക്കുന്നുണ്ട്. അവരെയും ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുത്തരം എന്തോ ചെയ്യുന്നുണ്ട്. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ബൈക്ക് ഓടിച്ച് പോകുന്നു. ഈ ബൈക്ക് ഓടിച്ച് പോയിട്ട് ഒരു വടക്കോട്ട് പോകണമെന്ന് പല CCTVയിലും കിട്ടി. അവസാനം കുറേ ക്യാമറയിൽ ഇവരുടെ ഫേസ് നമ്മൾ എടുത്തിട്ട് അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവരെ 2 പേരെ ഐഡൻറ്റിഫൈ ചെയ്തു. ആ 2 പേരെ ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ അവർ ആ ഭാഗത്ത് ഉള്ള 2 ചെറുപ്പക്കാരാണ്. സ്ഥലം ഞാൻ പറയുന്നില്ല. അവിടെയുള്ള 2 ചെറുപ്പക്കാരാണ്. നോക്കിയപ്പോൾ അവരെക്കുറിച്ചൊന്ന് അന്വേഷിച്ചപ്പോൾ ഒരാളും കൂടി ഉണ്ട്, 3 പേര്. അങ്ങനെ ഇവരുടെ ഫോൺ നമ്പർ സംഘടിപ്പിച്ചു. ഫോൺ നമ്പർ ട്രേസ് ചെയ്ത് ഇവരുടെ ലൊക്കേഷൻ എടുത്തു. അങ്ങനെ മലപ്പുറം ജില്ലയിൽ ഒരു ഭാഗത്ത് വെച്ചു. ഒരു ഹോട്ടലിൽ അവിടെ വെച്ചിട്ട് കിട്ടി. ഹോട്ടലിൻ്റെ അവിടെ ഈ വണ്ടിയിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വന്നു. അവിടെ വെച്ച് പിടിച്ചു കഴിഞ്ഞ് ഒരു ആകെ റൈസായി. പോലീസിനെ കയറാൻ സമ്മതിച്ചില്ല. പോലീസായിട്ട് പിടിവിനായി. കുറേ പാടുപെട്ട് നാട്ടുകാരുടെ കൽപ്പോട് കൂടി ഇവരെ പിടിച്ച് വണ്ടി കയറ്റി ഹാൻഡ് കപ്പ് വിലക്കൊക്കെ വെച്ച് വണ്ടി കയറ്റി നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടും നമ്മുടെ ഭയങ്കര ബഹളം. തലയൊക്കെ ലോക്കപ്പിലിട്ട് അടിക്കുക, അങ്ങനെ ഭയങ്കര ബഹളം. അവസാനം അവരെ പിന്നെ മെഡിക്കൽ ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഇവർ സ്ഥിരമായിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണ്, ലഹരിക്കടിക്കുന്നത്. ഇവരത് ശരീരമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോഴാണ് നമ്മൾ കാണുന്നത് ശരീരത്തിൽ മുഴുവൻ ബ്ലേഡ് വെച്ച് കീറിയിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഈ കയ്യിൻ്റെ അവിടെ തൊട്ട് ഇവിടം വരെ ഇങ്ങനെ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കാലിൻ്റെ അവിടെ നോക്കുമ്പോൾ ബ്ലേഡ് വെച്ചിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു അപകടമാണ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇവരെ ചോദിച്ചപ്പോൾ എന്താ സംഭവം അല്ലെങ്കിൽ ഇവർ 10ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചാണ്, +2 ഒരുമിച്ച് പഠിച്ചാണ്. +2 അവിടെ വെച്ച് പഠനം നിർത്തി. പിന്നെ ഇവർ ഓരോ ജോലിക്ക് പോയി തുടങ്ങി. ജോലിക്ക് പോകുമ്പോൾ അവർ ചെറിയ ഫാബ്രിക്കേഷൻ വർക്ക്, വെൽഡിങ് വർക്ക്, അങ്ങനെ പല പണികൾക്കായിട്ട് പോയി തുടങ്ങി. അതിലൊരുത്തൻ ഒരു മോട്ടോർ സൈക്കിൾ അവിടെ നന്നാക്കുന്ന ഒരു വർക്ക്ഷോപ്പിൽ അവൻ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ആ പണി അറിയാവുന്നതുകൊണ്ടാണ് ഈ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവൻ കൊണ്ടുപോയത്. ഇവർ വൈകിട്ട് 3 പേര് ഒരുമിച്ച് കൂടും. അപ്പോൾ ഈ പണിക്ക് പോകുമ്പോൾ അവർക്ക് പണം കിട്ടുന്നു. ഒരു ദിവസം അന്ന് 600, 700, 800 രൂപ ഒന്നും കിട്ടിയിരുന്നു. ഈ പണം കൊണ്ട് ഇവർ വൈകിട്ട് ഒരുമിച്ചിരുന്ന് മദ്യം, ഇവർ ഷെയർ ഇട്ടുള്ള മദ്യമാണ്. ഈ മദ്യപാനങ്ങൾ നടന്നപ്പോൾ അവർക്ക് തോന്നി ഈ മദ്യം പോരാ, ലഹരി പോരാ തോന്നി. അപ്പോൾ അവർക്ക് കഞ്ചാവ് കിട്ടുമെന്ന് നോക്കി. അപ്പോൾ കഞ്ചാവ് എവിടെ നോക്കി കിട്ടും? ചെറിയ കാര്യം. കഞ്ചാവ് പീടിയായിട്ട് കുടിയേക്ക് ആയിട്ട് കഴിക്കും. കഞ്ചാവ് കുറച്ചാൾ ഉപയോഗിച്ചപ്പോൾ ഇവർക്ക് തോന്നി ഇത് പോരാ, എന്താണ്? പിന്നെയാണ് സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് വന്നത്. ഈ കഞ്ചാവ് കലർപ്പ് തുടങ്ങിയതൊക്കെ നാച്ചുറലായിട്ട് പ്രൊഡക്റ്റാണ്, കൃഷി ചെയ്തുണ്ടാക്കുന്നത്. സിന്തറ്റിക് ഡ്രഗ്സ്, ആർട്ടിഫിഷ്യൽ ഡ്രഗ്സിലേക്ക് വന്നു. കെമിക്കൽ പ്രൊഡക്ട്സ് ആണ് MDMA. എല്ലാവരും കണ്ടുണ്ടാവില്ല. ഇപ്പോൾ സുപരിചിതമാണ് ഈ പേര്. മെത്തഡിൻ ഡയോക്സൈഡ് മെത്താഫെറ്റിൻ ക്രിസ്റ്റൽ രൂപത്തിലുള്ള ഒരു സിന്തറ്റിക് ഡ്രഗ്സ് ആണ്. ഇത് കെമിക്കൽ ലാബോറട്ടറിയിൽ ഉണ്ടാക്കാവുന്ന ചെറുതാണ്. ഇത് ഭയങ്കര വില. 1 ഗ്രാമിന് 3000 തൊട്ട് 5000 രൂപയ്ക്കാണ് വിലയ്ക്കാണ് ഇത് വിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇത് സുലഭമായിക്കൊണ്ടിരിക്കുകയാണ്. പല ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അപകടത്തിലേക്ക് യുവജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രഗ്സാണ് MDMA എന്ന് പറഞ്ഞാൽ. ഇവർക്ക് MDMA ഇവർക്ക് കിട്ടി. അത് കിട്ടിയപ്പോഴൊരു പ്രശ്നമുണ്ട്. അതിനൊരു ഗ്രാമിന് 3000 തൊട്ട് 5000 രൂപ വരെ കൊടുക്കണം. ഈ ദിവസേന 700-800 രൂപ പണിക്കുമ്പോൾ അവർക്ക് ഇതില്ല. അപ്പോൾ എന്താ അടുത്ത മാർഗം? വീട്ടിൽ നിന്ന് പണം കിട്ടാൻ യാതൊരു മാർഗമില്ല. അപ്പോൾ അടുത്ത പരിപാടിയാണ് മോഷണം. ഇവർ പല സ്ഥലത്തും പോയി ബൈക്ക് മോഷ്ടിച്ചു. 2 സ്ഥലത്ത് പോയിട്ട് മാല പൊട്ടിച്ചു സ്ത്രീകൾ. ഇത് ഈ പൊട്ടിച്ച പണം കൊണ്ട് എന്തായാലും ചെയ്യേണ്ടത്? ഈ ഡ്രഗ്സ് ഉപയോഗിച്ച്, മദ്യം ഉപയോഗിച്ച് അടിച്ചു പൊളിച്ച് സുഖമായിട്ട് നീങ്ങുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ പിടിവീണത്.
അവരുടെ വീട്ടുകാർ അവിടേക്ക് വന്നു. അച്ഛൻ അച്ഛനില്ല, അമ്മ ഒരു വീട്ടിൽ പഠിക്കുമ്പോൾ സ്ത്രീയാണ്. അവർ വന്നതിനെ വിളിച്ചു പറഞ്ഞു അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. പല സ്ഥലത്തും ഒരു മോഷണം നടത്തിയിട്ടുണ്ട്. പോലീസ് കേസെടുത്തു, അവരെ കോടതിയിൽ ഹാജരാക്കിയതിന് വേണ്ടി. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വേറെ പല പല സ്റ്റേഷനുകളിലും കേസെടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗത്തിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ദീർഘമായിട്ട് ഇവിടെ സംസാരിക്കുന്നില്ല. അതായത് ഈ നാച്ചുറലായിട്ടുള്ള പ്രൊഡക്ട്സ് കഞ്ചാവ് അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നല്ലതുപോലെ ഉപയോഗിക്കുന്ന വിധം എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാണ് ഒന്ന് സംസാരിച്ചത്. കഞ്ചാവ് മദ്യം അറിയാം എല്ലാവർക്കും. മദ്യം എല്ലാവരും വെള്ളത്തിലോ സോഡയിലൊക്കെ ചേർത്ത് കഴിക്കാനുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ കഞ്ചാവ് എന്നുള്ളത് അത് പീടിയായിട്ടും ഗുളികയായിട്ടും പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് വന്നു. സിന്തറ്റിക് ഡ്രഗ്സ്, MDMA പോലത്തെ ഡ്രഗ്സ്, ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് അത് എന്നോട് പല ആളുകൾ ചോദിച്ചപ്പോൾ ഇപ്പോൾ 2-3 ദിവസം പത്രത്തിൽ വായിച്ചില്ലേ, നിങ്ങൾ ഈ മുന്നേക്ക് ബസാറിയെന്ന് പറഞ്ഞാൽ വിളിച്ചു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? നമ്മുടെ തൊട്ടടുത്ത് തന്നെ MDMA 2 ഗ്രാം MDMA ഒരുത്തനെ പിടിച്ചു. അവരിവിടുത്തെ മൊത്തം ഡീലറാണെന്നുള്ള ന്യൂസ് റിപ്പോർട്ട് പോലീസ് ഡാൻസ് ഓഫ് ടീം കൂടിയിട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ ഇവര് ഇത് ചെറിയ ചെറിയ പൊടികളായിട്ട് നമ്മുടെ ഈ ATM കാർഡൊക്കെ വെച്ചിട്ട് പൊടിച്ച് ചെറിയ പൊടികളായിട്ട് പൂക്കി കൂടെ വെച്ച് ആൾക്കാർ ചോദിച്ചു. ഹെറോയിൻ ആണെന്നുണ്ടെങ്കിലോ അത് സാധാരണ അവർ സാധാരണ സിറിഞ്ച് വെച്ച് ഇഞ്ചക്ഷൻ ചെയ്ത് ശരീരത്തിലേക്ക് കയറ്റും. അപ്പൊ ഇത് ഒന്നാമത്തെ സ്റ്റേജ്. ഇതൊക്കെയാണ് ഇവർ ചെയ്തിരുന്നത്. ഇവർക്ക് എന്നിട്ടും ലഹരി കിട്ടുന്നില്ല. ലഹരി എന്നിട്ടും മതിയായില്ല, ലഹരി കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ അടുത്ത് ചെയ്ത പരിപാടി എന്താ പറയുക, ഈ ഡ്രഗ്സ് ശരീരത്തിനുള്ളിലേക്ക് കയറ്റുന്നത് എങ്ങനെയാണെന്ന്. ശരീരത്തിന്റെ ഞരമ്പുകൾ ആര് പറഞ്ഞു, ഞരമ്പുകൾ പൊട്ടിച്ചിട്ട് ആ ഞരമ്പിനുള്ളിൽ ഡ്രഗ്സ് കയറ്റാം. അതിന് കയ്യിന്റെ ഞരമ്പ് പൊട്ടിച്ചു, കയ്യിന്റെ ഞരമ്പ് പൊട്ടിച്ച് ഞരമ്പിനുള്ളിലേക്ക് പോരാ, എന്നിട്ടും ലഹരി കിട്ടുന്നത്. അടുത്ത പരിപാടി ഇത് കാലിന്റെ അടിയിലെ ഞരമ്പ് പൊട്ടിച്ചിട്ട് അതിനുള്ളിലേക്ക് ലഹരി. എത്ര ഭ്രാന്തമായ അവസ്ഥയിലേക്ക് മനുഷ്യൻ പോകുന്നുള്ളത്, എന്ത് ചെയ്യാമെന്നുള്ള അവസ്ഥ. ലഹരിക്ക് വേണ്ടിയിട്ട് എങ്ങനെ സ്വന്തം ശരീരം എങ്ങനെ തകർക്കാൻ നശിപ്പിക്കാം, അതും ചെയ്തു. മറ്റു കുറ്റകൃത്യങ്ങളല്ല, സ്വന്തം ശരീരം തന്നെ എങ്ങനെ ഏതെല്ലാം രീതിയിൽ നശിപ്പിക്കാം അതെല്ലാം വാങ്ങിച്ചു. ഈ ഇഞ്ചക്ഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് നമ്മളെല്ലാവരും വായിച്ചത് എനിക്കറിയില്ല. മലപ്പുറം ജില്ലയിൽ 10 പേർക്ക് HIV പോസിറ്റീവായി. വായിച്ചിരുന്നു HIV എങ്ങനെ HIV പോസിറ്റീവായി? 2-3 ബംഗാളികളെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ആദ്യം ഈ ബംഗാളികള് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതേപോലെ ഇഞ്ചക്ഷൻ സിറിഞ്ച് ഹെറോയിൻ കുത്തിവെച്ചു. ഒരൊറ്റ സിറിഞ്ച് എടുത്ത് 10 പേരെ കുത്തി. 10 പേർക്ക് കിട്ടി അല്ലെ? ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ സിറിഞ്ച് എടുത്ത് കുത്തി കഴിഞ്ഞാൽ ഒരാൾ കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഡിസ്പോസ് ചെയ്യണം, കളയണം. ഒരാൾ കഴിഞ്ഞാൽ ഈ ഒറ്റ സിറിഞ്ച് എടുത്ത് 10 പേരെ കുത്തി, 10 പേർക്ക് എയ്ഡ്സ്. അതിൽ കുറച്ച് 3-4 പേര് മലയാളികളാണ്. ഇനി വേറെ ആരെങ്കിലും കുത്തിയിട്ടുണ്ടോ നോക്കിയവർ കൊണ്ടുവരാണ്. HIV പോസിറ്റീവ് ആണെന്നുള്ള എയ്ഡ്സ് ബാധിച്ചു ഇത്രയും ആളുകൾ. അപ്പൊ അവിടെ ഈ ഡ്രഗ്സ് അടിച്ചിരിക്കുന്ന പോലെ എന്ത് സിറിഞ്ച് പിന്നെ വല്ലതും നോക്കണം, പല കാര്യങ്ങളൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വീടിൻ്റെ അടങ്ങി പോയപ്പോൾ 10-20 സിറിഞ്ചുകളാണ് എന്നാണ് പരിശോധനയിൽ അവിടെ ചെന്നപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ആ സിറിഞ്ചായിട്ട് ഉപയോഗിക്കുന്നു. ഇത് ഉപയോഗിക്കുന്ന വിധം തന്നെ അതിക്രൂരാണ്. നമ്മൾ ഈ ലഹരി ഉപയോഗിക്കുന്നതിന് വിധമാണ് വെറുതെ അല്ല. എങ്ങനെയാ ലഹരി അവരുടെ ശരീരത്തിൽ കയറുന്നതെന്നുള്ളത് നോക്കണം. അപ്പോൾ അവരോട് ചോദിച്ചു, കാരണം ഈ MDMA പോലത്തെ ഡ്രഗ്സുകൾ ഉപയോഗിക്കുമ്പോൾ ശരീരത്തിൽ ഇപ്പോൾ ചെയ്യാൻ തോന്നുന്ന പ്രവൃത്തികൾ വീണ്ടും വീണ്ടും പെട്ടെന്ന് സ്പീഡിലൊക്കെ ചെയ്യാം. അതായത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിർത്താതെ ഡാൻസ് കളിക്കും. ഇപ്പോൾ ചില നിശാക്കളൊക്കെ പാർട്ടികളിലൊക്കെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ? സിനിമാ ഫീൽഡിലൊക്കെ ഉപയോഗിക്കുന്നത് എന്താണത്? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പ്രവൃത്തി ഡാൻസ് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ഡാൻസ് ചെയ്യും. അല്ലെങ്കിൽ വേറെ വല്ല ഓട്ടം എന്താണ് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കും, നിർത്തില്ല, സ്റ്റോപ്പില്ല, നോൺ സ്റ്റോപ്പായിട്ട് എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്ന ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. അതിനു വേണ്ടി ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരു 18 വയസ്സിൽ ഇത് ഉപയോഗിച്ചു തുടങ്ങി കഴിഞ്ഞാൽ സ്ഥിരമായി ഉപയോഗിക്കണം. ഇനി 10, 22, 25 വയസ്സാണ് അവൻ എപ്പോൾ വേണമെങ്കിലും സ്ട്രോക്ക് സംഭവിക്കാം. സ്ട്രോക്ക് സംഭവിച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും ആൾക്ക് അപകടം സംഭവിക്കാം, എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കും, ഏത് നിമിഷവും മരണം സംഭവിക്കും. ഇത് ഡ്രഗ്സിൻ്റെ ഞാൻ പറഞ്ഞ ഇതേപോലെ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഒരു കാര്യം. ഇത് ഉപയോഗിക്കുന്ന ഒരുപാട്
ആൺകുട്ടികൾ മാത്രമല്ല ഒരുപാട് സ്ത്രീകളും. ഇത് ഇവിടേക്ക് എത്താനായിട്ട് ഒരുപാട് മാർഗങ്ങളും ഒരുപാട് ലോറികൾ പല സ്ഥലങ്ങളിൽ നിന്ന് പച്ചക്കറി വണ്ടികൾ നമ്മുടെ ഇവിടെ ബാംഗ്ലൂരും പല സ്റ്റേറ്റുകളിലും പഠിക്കാൻ പോകുന്ന എൻജിനീയറിങ്ങിനും മെഡിസിനൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ പെൺകുട്ടികളടക്കം ഇതിൻ്റെ കേരിയേഴ്സായിട്ട് വരുന്നതാണ്. ഇപ്പം നാളെ ഇതേപോലെ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരുത്തരെ വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ചു ഒരാൾ. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളിൽ വേറെ കാര്യം പറഞ്ഞു. അപ്പോൾ ആ വെട്ടിപ്പരിക്കേൽപ്പിച്ച ആളും റൗഡിയാണ്. അവരെ പിടിച്ച് ചോദ്യം ചെയ്തു. അവരെ പിടിച്ചിട്ട് പോലീസ് കൊണ്ടുവന്ന് അപ്പോൾ വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ചപ്പോൾ എന്നോട് ചോദിച്ചത് പറഞ്ഞു, എൻ്റെ ഫ്രണ്ടിനോട് പെൺകുട്ടിയോട് സംസാരിച്ചതിനാണ് ഞാൻ ചെയ്തത് പറഞ്ഞു. അതിന് എന്തിനാ വെട്ടേണ്ട കാര്യം, എന്തിനും ഉപദ്രവിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ്. അപ്പോൾ ഞാനൊരു സിനിമ കണ്ടിട്ട് ആ സിനിമയിലൊരു പ്രചോദനം തോന്നി. കണി എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ട് അപ്പോൾ അതിലിങ്ങനെ രണ്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൻ ചെയ്തു. പിന്നെ ചില ആൾക്കാരോട് അക്രമം ചെയ്യുന്ന കുറേ ന്യൂ ജനറേഷനിൽ ചോദിക്കുമ്പോൾ ഓരോ സിനിമ കാണുമ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് കോഴിക്കോട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സഹപാഠിയെ ക്ലാസ്സിലെ കുട്ടികൾ തല്ലി കൊന്നില്ലേ, തലയ്ക്കടിച്ചു പോകും അല്ലേ. സർഫ എന്ന് പറയുന്ന ഒരു കുട്ടി 10ാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വയസ്സാണ് പ്രായം? നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റും അല്ലേ. ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടല്ലേ. 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ 15 വയസ്സാണ്. 15 വയസ്സിൽ കൊലപാതകം നടത്തിയ ഒരു 5 കുട്ടികൾ ഇപ്പോഴും ജുവനൽ ഹോമിൽ എടുക്കുന്നുണ്ട്. ജാമ്യമുണ്ടാക്കി സ്വന്തം സഹപാഠിയായ കുട്ടിയെ തലക്കടിച്ചു പോകും. ഇവർക്കൊക്കെ എങ്ങനെ ഇത് കിട്ടും? അവരെ പോലീസ് വന്ന് അവർ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് പരിശോധിച്ചപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജുകൾ കണ്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിക്കുന്നു. അതിൽ പിന്നെ പറയുന്നതാണ്, ഒരു സംഘടന നടന്നു കഴിഞ്ഞിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരുത്തൻ കൊല്ലപ്പെട്ടാൽ അത് കേസില്ല. എന്താണ് സംഘടന നടന്നുകൊടുത്ത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കേസില്ല. ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിലിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ചെറിയ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യങ്ങൾ. അപ്പോൾ ഇത് ചില സിനിമകൾ, ഇപ്പോൾ മാർക്കോ നമ്മൾ സിനിമ ഇറങ്ങിയിട്ടായിരുന്നില്ലേ, ആരെങ്കിലും കണ്ടോന്നറിയില്ല. ക്രൂരമായ കൊലപാതകങ്ങളൊക്കെ നടന്നു അല്ലേ. ഇതേപോലെ ഈ പണി എന്ന് പറയുന്നത് ഇങ്ങനെ കുറേ സിനിമകളുടെ രംഗങ്ങളൊക്കെ കാണുമ്പോൾ അത് ഇവിടെ വന്ന് വീടുകളിലോ പുറത്തുള്ളവർ പോയി റിപ്പീറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് അപകടമാണ്. സിനിമയല്ല ചെയ്യുന്നത്. സിനിമയിൽ പലതും കാണിക്കും അല്ലേ. യഥാർത്ഥ ലൈഫും ജീവിതവും അതല്ല. പിന്നെ ഇന്നാളെ ഇവിടെ ഓഫീസ് റൗണ്ട് കൂട്ടി എന്നൊരു സിനിമ ഇറങ്ങിയിട്ടായിരുന്നു. എൻ്റെ പേര് കണ്ടു എനിക്കറിയില്ല. അതിൽ കുറേ ഡ്രഗ്സ് മാഫിയ, ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ന്യൂ ജനറേഷനെ കുറിച്ച് കുറേ അതിന് കാണിക്കുന്നത്. ഇപ്പോൾ പലതും അനുകരിക്കാനായിട്ടുള്ള ഒരു പ്രവണത അവിടെയുണ്ട്. ഞാൻ കുറച്ച് മദ്യപിച്ചാൽ അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്താൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി തല്ലുണ്ടാക്കി കഴിഞ്ഞാൽ ഞാനൊരു ഹീറോ ആകുള്ളൂ എന്നൊരു ചിന്ത കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ അത് അപകടമാണ്. അപ്പോൾ ഞാൻ ഈ സ്റ്റേജ് പറഞ്ഞത് ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 4ാമത്തെ സ്റ്റേജ് ഞാൻ പറഞ്ഞു ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു മാരക വെർഷനാണ് പറഞ്ഞത് അല്ലേ. നമ്മൾ വെറുതെ അടിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇത് കഴിക്കുന്നതും എത്ര ഡേഞ്ചറാണ് നമ്മൾ ആലോചിക്കുന്നത്. കഴിക്കുന്നതിൻ്റെ ഓരോ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് ഓരോ ശരീരത്തിൻ്റെ ഞരമ്പുകൾ പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കൂടെ കയറ്റുമ്പോൾ എത്രത്തോളം അവൻ്റെ മാനസികാവസ്ഥ പോയി എന്നുള്ളത് നോക്കണം. അപ്പോൾ എന്ത് കൊലപാതകവും ക്രൂരകൃത്യവും സ്വന്തം വീടുകളിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഞാൻ പറഞ്ഞു ആദ്യം ഇവൻ നടത്തുന്ന കൊലപാതകം ക്രൂരകൃത്യം സ്വന്തം അച്ഛൻ്റെയോ അമ്മയുടെയോ അടുത്താണ്, വീട്ടിലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ആദ്യത്തെ 2-3 സ്റ്റേജുകളിൽ അവരെ നമുക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും. അവർക്ക് വേണ്ട ഡി അഡിക്ഷൻ സെൻ്ററുകളിലും കൗൺസിലിങ്ങും മരുന്നുകളിലൂടെയും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഈ ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പറ്റില്ല. ഒന്നില്ലെങ്കിൽ ആള് മെൻ്റൽ ഹോസ്പിറ്റലിൽ ഒരു ഭ്രാന്തായി മാറും, അല്ലാന്നുണ്ടെങ്കിൽ ആള് ലാസ്റ്റ് ആത്മഹത്യയിലേക്ക് പോകും. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇത് ന്യൂ ജനറേഷനിലൊരു കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ എൻ്റെ ലൈഫിൽ, ജീവിതത്തിൽ, എൻ്റെ സർവീസിൽ ഞാൻ ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മളൊരു അകലേക്കൊന്നും പോകേണ്ട കാര്യം. നമ്മുടെ ഈ പഞ്ചായത്തും ഈ പ്രദേശത്തും തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേപോലെ ഒരുപാട് ആളുകൾ, ചില ആളുകളിൽ ഡ്രഗ്സ് വിൽപ്പന നടത്തുന്നവർ, യൂസ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേര് നമ്മുടെ പ്രദേശങ്ങളിൽ ഇത് കിട്ടാവുന്ന മാർഗങ്ങളുണ്ട്. ഒരു കുട്ടി ഇത് ഉപയോഗിക്കണമെന്ന് കരുതി അവൻ ഇറങ്ങി പുറപ്പെട്ടാൽ അവന് കിട്ടും, ഒരു സംശയമില്ല. ഒരുപാട് പോലീസും എക്സൈസൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ കുട്ടിക്ക്, ആ ഒരാൾക്ക് അത് ലഭിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ, ഞാനിപ്പോൾ സമയം കൂടുതൽ പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മുടെ ഒരു കാര്യം ഇപ്പോൾ ഇത് പോലീസിൻ്റെ പണിയാണ്, എക്സൈസിൻ്റെ പണിയാണ്, അല്ലാതെ ഞങ്ങളുടെ പണിയല്ല, ഞങ്ങളുടെ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് നമുക്ക് ആരും ഒഴിവാക്കാൻ പാടില്ല. മനസ്സിലായോ?
ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞ് ആർക്കും ഒഴിവാകാൻ പാടില്ല. നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തം, എല്ലാവരും റെസ്പോൺസിബിളാണ്. അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അവർ മാത്രം ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേപോലെ ഡ്രഗ്സ്, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ നിങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ യോദ്ധാവ് എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ നമ്പർ പറഞ്ഞാൽ അതിലേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ അറിയിക്കാം. ഞാൻ ഈ 2 പോലീസ് സ്റ്റേഷനിൽ ചാർജുള്ള ഉദ്യോഗസ്ഥനാണ്, മതിലകം കൈപ്പോകൽ പോലീസ് സ്റ്റേഷനിൽ ചാർജുള്ള ഉദ്യോഗസ്ഥനാണ്. എന്നെ വിളിച്ച് പറയാം. അത് നമ്മൾ തടയേണ്ട ഒരു സാമൂഹിക പ്രതിബദ്ധത ഓരോ മനുഷ്യരിലും നമ്മളെല്ലാവരിലും. കാരണം ഞാനീ പറഞ്ഞ സംഭവങ്ങൾ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കുടുംബങ്ങളിൽ നാളെ സംഭവിക്കും, നമ്മുടെ അയൽപക്കത്ത്, നമ്മുടെ നാട്ടിൽ സംഭവിക്കും. ഒരു ലഹരിക്കാർക്ക് ഒരു 6 വയസ്സുള്ളൊരു കുട്ടിയെ കുളത്തിലെറിഞ്ഞ് പീഡിപ്പിക്കാൻ നോക്കി, കുളത്തിൽ ചവിട്ടിത്താട്ടി ക്രൂരമായി കൊന്നു. നമ്മൾ ന്യൂസ് നമ്മൾ കണ്ടില്ലേ, എത്ര ക്രൂരമായി നമുക്കൊന്ന് ആലോചിക്കാൻ പറ്റും. ഈ സംഭവം നമ്മുടെ പരിസരത്ത്, നമ്മുടെ ഏരിയയിൽ, നമ്മുടെ ഈ ഏരിയയിലൊക്കെ ആണെന്ന് നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിക്കും. അപ്പോൾ അത് സംഭവിക്കാം. അവരൊക്കെ ഏതെങ്കിലും ലഹരിയുണ്ട്, അവിടെ പ്രധാനമില്ല ഈ ലഹരി തന്നെയാണ്. ക്രിമിനൽ കുറ്റം മാത്രമല്ല, അവിടുത്തെ ലഹരി ചിലപ്പോൾ അവരെന്തായിരിക്കാം, ചെറിയ കുട്ടികളെ ഉപദ്രവിക്കണം, അല്ലെങ്കിൽ കുട്ടികളോട് ഇതേപോലെയുള്ള ഹോമോ പോലത്തെയുള്ള ക്രൂരമായ കുറ്റം ചെയ്യണം എന്നുള്ള ഒരു ലഹരിയായിരിക്കാം അവർ. എന്തെങ്കിലും രീതിയിലുള്ള ലഹരിക്ക് അടിമപ്പെടാം. നമ്മൾ പറഞ്ഞു നമുക്ക് ഒരുപാട് ലഹരി, കായിക ലഹരി, വിനോദം, കല, അങ്ങനെ പറയാനുള്ള നമ്മൾ ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ട്. അതിലേക്ക് നമ്മുടെ കഴിവുകൾ നമ്മുടെ മക്കളെയും കുട്ടികളെയൊക്കെ നമുക്ക് അവിടേക്ക് കൊണ്ടുവരാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് ഒന്ന് ഷെയർ ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എല്ലാം ലഹരിയാണ് ഞാൻ പറഞ്ഞത്. ഫുൾ ടൈം ഈ വെക്കേഷൻ സമയത്ത് 24 മണിക്കൂർ ഫോണിൽ പോയിരുന്നു കഴിഞ്ഞാലും അതും അപകടമാണ്. അപ്പോൾ ഒരുപാട് വിനോദങ്ങളും കലാകാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള സ്പോർട്സ് ആയാലും അതിലേക്ക് നമുക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ, ഈ ലഹരി വിരുദ്ധ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം. ഏതായാലും കൂടുതലൊന്നും പറയുന്നില്ല. എൻ്റെ ക്ലാസ്സിൽ ക്ഷണിച്ച പ്രത്യേക അസിസ്റ്റന്റ് ഭാരവാഹികളോടും എല്ലാവരോടും എൻ്റെ താങ്ക്സ് പറയാനും. സമയം വളരെ ബലപ്പെട്ടതാണ്. നമുക്ക് മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം. കുറച്ചുകൂടി കൂടുതലുള്ള ആളുകൾ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമായിരുന്നു നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ മദ്യപിക്കുന്ന ആൾക്കാരോട് വീട്ടിൽ പോയിട്ട് നിങ്ങൾ മദ്യപിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ ക്ലാസ് ഉണ്ട് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ ചിലപ്പോൾ നിങ്ങൾ എടുക്കേണ്ടി വരും, പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ നമ്മൾ കുറച്ച് പേരെങ്കിലും ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ഉത്തരവാദിത്തമായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും ഞാൻ താങ്ക്സ് പറയുന്നു.